ബേർഡ് സാങ്ച്വറിയിലാണ്. യൂഷ്വലി ഇങ്ങനത്തെ പ്ലേസസൊക്കെ സിറ്റിയിൽ നിന്ന് മാറിയിട്ടല്ലേ, പക്ഷേ ഇത് സിറ്റിയിൽ തന്നെയാണ്. കൊച്ചി സിറ്റിയിൽ തന്നെ മറൈൻ ഡ്രൈവിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ബുജിന് ബേർഡ്സ് കാണാൻ വേണ്ടി വന്നത്. അല്ലെ ബുജു? നമ്മൾ ഓൾറെഡി 5 o'clock ആയി, അപ്പോൾ 4 o'clock ആയി. ഇപ്പോൾ 5 ക്ലോസ് ചെയ്യും ആണ് ബേർഡ് സാങ്ച്വറിയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കയറുമ്പോൾ തന്നെയുള്ളത് ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൽ 10 rupees ടിക്കറ്റിന് ചാർജസ്. കുഞ്ഞിന് ചാർജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു 10-15 minutes നടക്കാനുള്ളതേ ഉള്ളൂ, നടന്ന് കാണാനുള്ളതേ ഉള്ളൂ എന്ന്. ഇവിടുത്തെ ഒരു ടൈമിംഗ് 10 AM to 5 PM ആണ്. മഴ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയർസൊക്കെ ഉണ്ട്. ബേർഡ്സിൻ്റെ ഒക്കെ ഫോട്ടോ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇത് ട്രീ ഹൗസ് ആണോ? ഇതിന് മേളിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ മാൻഗ്രോവ്സ് ഓഫ് മംഗളവനം എന്ന് എഴുതിയിട്ടുണ്ട്. ആ സൈഡിലേക്ക് പോകണോ ഈ സൈഡിലേക്ക് പോകണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം. എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. ബേർഡ്സിൻ്റെ കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിന് മേളിൽ കുറച്ച് ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ശരിക്കും ക്ലോസ് ആയിട്ട് ബേർഡ്സിനൊന്നും കണ്ടില്ല ഇതുവരെയ്ക്കും. കുറച്ച് ശരിക്കും ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണത്. ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ശരിക്കും നല്ല കാട് പിടിച്ച സ്ഥലം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാട് കണ്ടിട്ട് കാട് പിടിച്ച സ്ഥലമെന്ന് പറയുന്നത്. ബുജു, ബേർഡ്സിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. ശരിക്കും ബേർഡ്സ് 1-2 മാത്രം ദൂരെ പറന്ന് പോകുന്നത് ഞാൻ കണ്ടു. ഭയങ്കര കൊതുക് ഉണ്ട്, ഒത്തിരി കൊതുകുണ്ട്. ബേർഡ്സിൻ്റെ സൗണ്ട് മാത്രമാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷെ ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. പിന്നെ ബേർഡ്സിനെ കണ്ടതും കുറവാണ്. പക്ഷെ ബേർഡ്സൊക്കെ സേഫായിട്ട് അവരവരുടെ വീട്ടിലിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗത്തോട് ഇപ്പോൾ ഒരു ബാറ്റ് വളരെ ക്ലോസ് ആയിട്ട് പറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അതിനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറയുന്നു, ചേച്ചിക്ക് ഇലകളൊക്കെ തൂത്ത് കളയുന്നവരും പിന്നെയും പിന്നെ ഇല വീണുകൊണ്ടിരിക്കുന്ന വിഷമം പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു, നമ്മൾ ഇവിടെ ബേർഡ്സ് ഇപ്പോൾ കുറവാണോ അതോ ശരിക്കും കുറവാണോ അതോ ഈ സമയത്താണ്? അപ്പോൾ ചേച്ചി പറയുമായിരുന്നു സീസൺ അല്ല ഇപ്പോൾ, അതുകൊണ്ട് ഈ പുറത്തു നിന്നുള്ള ഈ ദേശാടന പക്ഷികളൊക്കെ കുറവാണ് ഈ സമയത്ത്. പിന്നെ ആ ബാറ്റൊക്കെ പറന്നു പോയിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നല്ല ഫോറസ്റ്റ് കാട് പിടിച്ചെത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പിന്നെ പതുക്കെ നടന്നുപോയി. നമ്മളെന്തായാലും കണ്ടു, വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു തവണ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു 10-15 minutes ആയിട്ടേ ഉള്ളൂ. അത് അധികം ദൂരം നടന്ന് കാണാൻ പറ്റത്തില്ല നമുക്കിവിടെ. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് നമ്മൾ കുറച്ച് ബേർഡ്സിനെ കണ്ടു. വളരെ കുറച്ച് ബേർഡ്സ്. പക്ഷേ ഒത്തിരി ബേർഡ്സ് ദൂരെ ഇങ്ങനെ നിൽക്കുന്നതും സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ബേർഡ്സ് അല്ലാണ്ട് ക്ലോസ് ആയിട്ട് ഞാൻ ശരിക്കും ഒരു ബാറ്റിനെ മാത്രമേ കണ്ടുള്ളൂ. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയതുമില്ല. പിന്നെ എന്താണ്, ബേർഡ്സ് വളരെ കുറവാണെങ്കിൽ എനിക്കൊന്ന് സീസൺ അല്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് ബേർഡ്സ് കുറവാണ്. പിന്നെ എനിക്കൊന്ന് വൈകിട്ട് എല്ലാവരും കൂട്ടിക്കയറാൻ സമയമെന്ന് തോന്നുന്നു, 4:30 ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ബേർഡ്സ് കുറവാണ്. പക്ഷേ ബേർഡ്സ് കുറവാണെങ്കിലും കൊതുകിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. കൊതുകിനൊരു കുറവുമില്ല. ഞാൻ വെച്ചാൽ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഈവനിങ് ഒക്കെ ഇവിടെ നിന്നിട്ട് പതുക്കെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോകാൻ ചോദിച്ചു. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വേറെ പ്ലാൻസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും പുറത്തേക്ക് ഇറങ്ങും, കാരണം എന്നെ എവിടേക്കോ കൊതുക് കടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങുക അല്ലേ ബുജു? ബുജിന് ഇഷ്ടപ്പെട്ടോ ഇവിടെ? ബുജിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അവന് കൊതുക് കടിക്കുന്നുണ്ട്. അവന് ബേർഡ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. കൊതുക് കടിക്കുന്നു. എല്ലാം കൊണ്ടും ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്തായാലും ഇറങ്ങുക. നോക്കട്ടെ എൻ്റെ എക്സ്പ്ലാൻ എന്താണ്. നമ്മളത് ഇന്ദിര പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ബുജുവിൻ്റെ ഫേവറേറ്റ് സ്ഥലം. നമ്മളധികം എപ്പോഴും വരാറൊന്നുമില്ല, 3-4 വർഷം വന്നിട്ടുണ്ട്. എന്താ ബുജു? സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇങ്ങനെ കയറുന്ന ഭാഗത്തുള്ളൊരു വ്യൂ ആണേ. നമ്മൾ കയറി വന്ന എൻട്രൻസ്. ടിക്കറ്റ് 20 rupees. ബുജു സേ ഹായ്. നോ, ബുജുന് സ്കേറ്റ് ചെയ്യണമെന്ന് പറയുക.
ഇവിടെ പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ കൗണ്ടറിൽ ഇരുന്ന ചേട്ടൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പെഡൽ ചെയ്താൽ ബോട്ട് നീങ്ങത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ടോയ് ട്രെയിനിൻ്റെ റൈഡൊക്കെ ഉണ്ട് യൂഷ്വലി, പക്ഷേ അത് അണ്ടർ റിപ്പയർ ആയതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല ഇത്തവണ ചെന്നപ്പോൾ. ഇപ്പോൾ 6 മണിയാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങുവാണ്. സ്കേറ്റിങ്ങിന് കുറേ കുട്ടികളായി. നമ്മൾ കയറിയപ്പോൾ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ലേറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റ്സ് ഒക്കെ ഇട്ട് കുറച്ചുകൂടെ രസമായിട്ടുണ്ട് പാർക്കൊക്കെ. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ പ്ലാൻ ഡിന്നർ കഴിക്കുക, വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് ഫുഡിങ് സ്ഥലത്ത് എത്തിയിട്ട് കാണാം. കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയത് കൊക്കോട്രിയിലാണ്. അവിടെ ചെന്നിട്ട് പൂജുവിനൊരു റെഡ് വെൽവെറ്റ് കേക്ക്, റാസ്ബെറി റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ കുറച്ച് നഗറ്റ്സും എനിക്കൊരു ലോഡഡ് ഫ്രൈസും മേടിച്ചു. എന്താ കഴിക്കണേ? ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടപ്പോഴാണ് November 30 ആണെങ്കിലും ക്രിസ്മസ് സീസൺ തുടങ്ങിയെന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ഹാപ്പി ഡിസംബർ. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ, ടേക്ക് കെയർ.